അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് ആരെ എത്ര കൊടുക്കണം? ചിലർ 2 കിലോ 600 അല്ലെങ്കിൽ 2 കിലോ 700 650 300 600 ചൊല്ലിയാൽ ഇപ്പം അത് മെയ്യാവില്ല എന്നുള്ളത്. അപ്പോൾ 300 ഉസ്താദ്മാർക്ക് സത്യമാണ് എന്ത് രീതിയും. അപ്പോൾ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെറിയ രീതിയിൽ വിവരിക്കുന്ന ക്ലാസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആ ക്ലാസ് കടക്കാം. അല്ലാഹു നല്ലത് കേട്ടു പ്രവർത്തിക്കുക നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് നിർബന്ധമാണെന്നായിട്ട് ഫിത്ർ സക്കാത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതല്ല. അപ്പോൾ ഈ സക്കാത്ത് ചൊല്ലത് ഫിത്ർ സക്കാത്ത് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ ഒന്നായിരിക്കുന്നത്. അത് പെരുന്നാളുണ്ട്, നാളെ പെരുന്നാളെങ്കിൽ മുന്നൽ തന്നെ മഗ്‌രിബോട് കൂടിയായിട്ട് അത് വുജൂബാവും. അപ്പം ആരൊക്കെ വുജൂബാവും? അവൻ്റെ ശരീരത്തെയും അവനത് ചെലവ് കൊടുക്കും, നിർബന്ധമായ തൊട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അവന് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര സ്വത്ത് വേണം? വലിയ സ്വത്തൊന്നും വേണമെന്നില്ല. അത് അവനും അവൻ്റെ പെണ്ണയും മക്കളും പെരുന്നാളിൻ്റെ ജാവും പോലും ചെറുവ് തക്കുണ്ട്. അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട്, വസ്ത്രമുണ്ട്, അവണ്ട്, പിന്നെ ഇതെല്ലാം ഉണ്ട്. കടത്തിനും ബുദ്ധിമുട്ടിയിട്ടില്ല. എന്നാൽ ചെറിയ കടങ്ങളൊക്കെ ആർജിച്ചത്. എന്നാണ് അവർക്ക് കഴിക്കുന്നത് ഫിത്ർ സക്കാത്ത് രൂപമായിട്ട് പറഞ്ഞത്. ഇനി എത്രയായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അതായിട്ട് ഞങ്ങളെ വിഷയം. ഒരു സാഹുവായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സാഹ് ചൊല്ലുമ്പോൾ നിങ്ങൾ കില ചൊല്ലുന്നുണ്ടെങ്കിൽ സാഹ് ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുന്ന ഒരു പാത്രമായിട്ട് ആലക്കട പാത്രം, അതേപോലത്തെ പാത്രത്തിൽ ചെറിയൊരു പാത്രം അടുത്ത് മുദ്ദു ചൊല്ലി നല്ല കാര്യത്തിലൊക്കെ പണ്ട് തേറ് ചെയ്ത് ഇനിയിപ്പോൾ അത് കാട്ടി കുറഞ്ഞു പാവ് ചെയ്തു. ഈ പാവ് ചൊല്ലുന്നതിൽ 4 ലിറ്ററിൻ്റെ ഒരു തേറാവും വേറെ. എന്നാൽ അതേപോലത്തെ പണ്ട് നബിതങ്ങളുടെ കാലത്തുള്ള പാത്രമായിട്ട് മുത്ത് സാഹു ചൊല്ലുന്നത്. അപ്പം ഇതിൽ ഒരു സാഹു ആയിട്ട് കൊടുക്കേണ്ടത്. ഒരു സാഹിന് എത്ര അരി പിടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൂക്കത്തലത്തിൽ ചൊല്ലുമ്പോൾ ആവില്ല. എൻ്റെ ആവില്ലെങ്കിൽ അപ്പോൾ 3 തലമാർ ചൊന്ന തപ്പില, 3 തലമാർ ചൊന്ന തപ്പിലല്ല. ഞങ്ങളെ എൻ്റെ കാലത്തിൽ ഇത് എന്തെല്ലാം റൈത്ത പറഞ്ഞു, അതുപോലെ സൂറജ്, ഇങ്ങനെയൊക്കെ ചൊന്ന നമുക്ക് അറിയില്ല. എല്ലാ ആരെയും ഒരുപോലെയല്ല. ചിലര് ഭിന്നയാണ്, ചിലര് ഭിന്ന കുറഞ്ഞു. അപ്പോൾ ആ ഒരു സാൽ എത്ര പിടിക്കുന്നുണ്ട് കേട്ടെങ്കിലും ഞങ്ങളെ ലീറ്റർ കണക്കിൽ നമുക്ക് ചൊല്ലാം. 3 ലിറ്ററും 200 മില്ലി ലിറ്റർ അത്രയായിരിക്കുന്നത് ഒരു സാൽ. അപ്പം അത് 3 ലിറ്ററും 200 മില്ലി ലിറ്റർ അത്ര അരിയായിട്ട് ഞങ്ങൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമായിട്ട് പണ്ടത്. അപ്പം ഇന്നത്തെ ഈ അരിയൊക്കെ നെയ്ച്ചോര അരി നോക്കണമെങ്കിൽ, ബിരിയാണി അരി നോക്കണമെങ്കിൽ, കജരി നോക്കണമെങ്കിൽ, റൈത്ത ബന്ധു നോക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോ അരിയും നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാൽ പിടിക്കുന്നത് എത്ര ചൊല്ലുക ആവില്ല. അരി ചൊല്ലുന്നത് അളന്നിട്ട് കൊടുക്കേണ്ട വസ്തുവായിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്റർ വേണ്ട ഒരു പാത്രം ഞങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഒരു പാത്രം കൊടുത്തിട്ട് ഇപ്പം അത് ആരെങ്കിലും അങ്ങനത്തെ ഒരു പാത്രം ഇറക്കുക. ഇപ്പോൾ മുദ്ദ് ചൊല്ലതൊന്നും ഇപ്പം ഞങ്ങൾ സാധാരണ കിട്ടും. അപ്പം അതിൽ 4 ആ മുദ്ദ് ചൊല്ല പാത്രത്തിൽ 4 ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. 4 മുദ്ദാണ് ഒരു സാധനമാണെങ്കിൽ. അപ്പോൾ ഓരോരുത്തർക്കും ഒരു സാധനം. അപ്പം 2 കിലോ 600 എന്നുള്ളത് വറുപ്പൊന്നുമല്ല. അത്തരം നമുക്ക് ധൈര്യത്തുള്ളതുപോലെ ചില അരിമയോ ചില അരിമയാവില്ല. അത് ചിലർ ഭിന്നയാളെന്നാൽ 2 കിലോ 600 കൊടുത്തമയാവില്ല. ചിലർ ഭിന്ന കുറഞ്ഞിട്ട് അപ്പം അത് 2 കിലോ 600 എങ്കിലും ചില പുറത്താണെങ്കിൽ ജാസ്തിയുമാവും. അപ്പം അതുകൊണ്ട് ചില യാറെ കൊടുത്തും തൊന്നലുണ്ടില്ല. 2 കിലോ 600 ചില യാറെ കൊടുത്തും തൊന്നലില്ല. അതിനൊക്കെ കൊറടിയായില്ലേ കഴിക്കാം. ഇപ്പം ആ സാഹയെ കൊടുത്തിട്ട് അതിരുമയാണെന്നിട്ട് അതിലേ കൊടുക്കുന്നുണ്ടെന്നും ചൊല്ലില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററിൻ്റെ അത്ര അളത്തിന് പണ്ടാരി അപ്പുറത്ത് എല്ലി യാറെ നമ്മൾ സൂക്ഷ്മത വിട്ടിട്ട് എന്നത് കൊണ്ട് തൊന്നലില്ല. ചില യാറെ കൊടുത്തും ബുദ്ധിമുട്ടൊന്നുമില്ല. ചില യാറെ കൊടുക്കാം. അപ്പം ഞങ്ങൾ കൃത്യം ഒരു കണക്കും ചൊല്ലുണ്ടാവില്ല. അപ്പോൾ 2 കിലോ 600 സാധാരണ ആവും. ചിലർ 600 പോകും, ചിലർ 3 കിലോ കൊടുക്കേണ്ടി വരും. ചില യാറെ കൊടുത്തിട്ട് എന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം
സൂക്ഷ്മതമായിട്ട് തെരിയാറങ്ങി കൊടുക്കാം. അതാണ്ട് അത്തരക്കുന്നത് അതിൻ്റെ ഇത്തരത്തിൽ തെരിയാറെ കൊടുത്തിന് തീർത്തത് വിഷയം. അപ്പൊ ജന്തിക്കൽ 600 ചൊല്ലത് കൃത്യമായിട്ടുള്ള എല്ലാ അരിക്കുള്ള ഒരു കണക്കാണ്. അപ്പൊ പണ്ട് ഒരേ അരിയുണ്ട് കജരി മാത്രമായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അതാണ്ട് സൂക്ഷിച്ച് അത്തരക്കുന്നതായിട്ട് സമയോ ഇണ്ടാക്കാനല്ല സമ്മനാക്കുന്നത് കൊണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താക്കാം, സൂക്ഷ്മതയുടേതായിട്ട് തെരിയാറെ കൊടുക്കാം. ഇനി എന്തായിട്ട് കൊടുക്കേണ്ടതെന്ന് ആഹാരമാണ്. ഞങ്ങളുടെ റായത്തിൽ ചോറായിട്ട് പൈസയിലേക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൂടെ അരി കൊടുക്കണം. പിന്നെ റാഗി ജോലത്തിനുള്ള ജോല, ആ റായത്തിൽ മുഖ്യ ആഹാരങ്ങളോ അത് ഞങ്ങൾക്കല്ല. ഞങ്ങൾ ഏത് റായത്തിലേക്ക് ആ റായത്താകണം. അങ്ങനെ മുഖ്യ ആഹാരങ്ങളെ അതനുസരിച്ച് ആ റായത്താകുമാരെ ആഹാര ധാന്യത്തിക്ക് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണമെന്നുള്ളത് ആർക്ക് കൊടുക്കുന്നു കേട്ടെങ്കിൽ അത് ഖുർആനിൽ സക്കാത്തിന്റെ അവകാശിനെ ഇന്നങ്ങ് അത് ഞങ്ങൾ തീരുമാനാക്കിയതെന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാൾ സക്കാത്തിന്റെ പൈസ കേട്ടിട്ടുണ്ട്. സക്കാത്ത് ചൊല്ലുന്നത് ನನ್ನ ഇഷ്ടപ്രകാരം തന്നെ. അള്ളാഹു താല അത് ഇന്ന ആളുകൾ കൊടുക്കുന്നുണ്ട് അള്ളാഹ് തീരുമാനിക്കണം. നീ അതിൽ സക്കാത്തിന്റെ അവകാശം എനിക്ക് താ. അപ്പൊ സക്കാത്തിന്റെ അവകാശികൾക്ക് പോകണമെന്നുള്ളത്. ഇന്നിപ്പോൾ വാട്സപ്പിൽ സ്കാനർ കൊണ്ട് സക്കാത്തിന്റെ പൈസ ഉണ്ടെങ്കിലോ പിതൃ സക്കാത്തിന്റെ അരി ഉണ്ടെങ്കിലോ അതിലെ പൈസകളോ നമ്മൾ കൊടുക്കാം. ഇത്തരമൊന്നും ഏൽപ്പിച്ചെങ്കിൽ സക്കാത്ത് കൂടില്ല എന്നത് നിങ്ങൾ ഈ ജന്തിക്കുന്ന ആറുന്നത്. ഇപ്പൊ ഞങ്ങൾ ആ സംഘടനകൾക്ക് ആർക്കും വിരോധമൊന്നുമല്ല. പിതൃ സക്കാത്ത് പള്ളിക്ക് കൊടുക്കുമ്പോൾ ആവില്ല, മദ്രസ് കൊടുക്കുമ്പോൾ അത് ഒരു സംഘടനക്കും ആവില്ല. പിതൃ സക്കാത്ത് അള്ളാഹു താല ഇന്ന ആൾമാർക്ക് കൊടുക്കുന്നുണ്ടല്ല ഏൽപ്പിച്ചത്, അത് ആൾമാർക്ക് കൊടുക്കണം. അത് നമ്മളും ഇമാമിയും ഒന്നും തീരുമാനാക്കിയതുമല്ല. അള്ളാഹു തന്നെ ഖുർആനിൽ 8 വിഭാഗത്തുള്ള എണ്ണി ചൊല്ലുന്നത് ആ വിഭാഗത്തിൽ കൊടുക്കണം. അപ്പൊ നാമനാണ് ഏൽപ്പിക്കാൻ തന്നെയാണ് എവിടെ കൊണ്ട് കൊടുക്കുന്നത്. വക്കാലത്തുള്ള ഇസ്ലാമിന്റെ ഏൽപ്പിക്കുകളിലാവും അത് രീതിയെന്നുണ്ട്. പക്ഷേ ഈ സംഘടനയെ കൊടുത്തതിന് തന്നെയില്ല. ഇങ്ങനെ എന്താ ഒന്നുമില്ല. സംഘടന ഏത് എന്താക്കാണ്, സംഘടന ജക്കാത്ത് എടുത്തിട്ട് ഇങ്ങനെ പട്ട റെഡിയാക്കിയിട്ട് ഇങ്ങനെ ലേബർ അത് കിട്ടണം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് അത് എവിടെ കൊണ്ടിട്ട് വേണ്ടത് അത് ഫക്കീർക്ക് എത്തിലാണ്, മിസ്കീനിക്ക് എത്തിലാണ്, അവകാശികൾക്ക് എത്തിലാണ്. ആറാഴ്ചക്ക് അവകാശികൾക്ക് കറക്റ്റായിട്ട് അങ്ങ് വീഴ്ത്താതാണ്. ഏതാ അത് കൊടുക്കുന്നതേ ശരിയല്ല. സംഘടനകളുള്ളത് സക്കാത്ത് സമാവില്ല. ഞങ്ങൾ ഊർത്തക്കാണ്. അപ്പൊ ഖുർആനിൽ വല്ല ആമിനീനാലേ ഖുർആൻ ചെന്നുണ്ടോ അല്ല ആമിനീനാലേ എന്തെങ്കിലും സംഘടന ഉണ്ടാകുന്നു. അത് സംഘടന എന്തെങ്കിലും ആറായ ഖുർആന്റെ വ്യാഖ്യാനിച്ചിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. അത് പിന്നെ കൂടുതൽ ചൊല്ലെങ്കിൽ അത്ര സമയം നീണ്ടുപോകുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ കൊടുക്കുക, ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ കൊടുക്കുക. ഞങ്ങളുടെ സക്കാത്ത് ആർക്ക് നിർബന്ധം, ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ള ആൾമാർ കഴിപ്പിക്കുന്നത് നിർബന്ധമായി. അപ്പൊ നാളെ കൊണ്ടിട്ട് പോകുന്നത് സ്കാനറിലെ പൈസ കൊടുത്തിട്ട് ഓനോടി കൊണ്ട് കൊടുക്കുന്നതല്ല. ഞങ്ങളെ ചുറ്റത്തുള്ള ആൾമാർ കഴിപ്പിക്കുന്നത് ഞങ്ങൾ നോക്കേണ്ടത്. പെരുന്നാളാണ്ട് എല്ലാ ആൾക്കാരും ഞങ്ങളെ നിരക്കാത്ത നാമപ്പാട്ടിനെ കിട്ടിയ ഞങ്ങളുടെ സന്തോഷത്തോട് വേണമെന്ന് ഫക്കീർ മിസ്കിൻ അത് അവകാശികൾക്ക് നമ്മൾ കൊടുക്കണം. എല്ലാവരും സൗണ്ട് കൊടുത്തതിന് ഈ ഒരു സൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്കേണ്ടില്ല. ഈ സക്കാത്തുണ്ടല്ലോ കൊടുക്കണം മാത്രമല്ല എടുക്കില്ലവും മാത്രമല്ല നഷ്ടോ എല്ലാം കಡೆ ഞാൻ അത് എടുത്തോളുന്നില്ല. അപ്പൊ സക്കാത്ത് ഖുർആനിൽ ചെന്നത് 8 വിഭാഗം. ആ 8 വിഭാഗത്തിൽ ഇന്ന് എല്ലാം ഞങ്ങളുടെ രാജ്യത്തിട്ടില്ല. കിട്ടുമെങ്കിൽ ഒരു 5 വിഭാഗം മാത്രമേ കിട്ടൂ. ഖുർആനിൽ 8 വിഭാഗം. അതിൽ 5 വിഭാഗം ഞങ്ങളിൽ ഏതായാലും യാറ് പ്രായത്തിൽ ഒരു 3 വിഭാഗം അല്ലെങ്കിൽ 3 നാളുകൾ. അതിൽ ഒന്ന് ഫക്കീർ. ഫക്കീർ ചൊല്ലുമ്പോൾ ഓനക്ക് സ്വത്തും ഇല്ല, സമ്പത്തും ഇല്ല, എന്തും പാതിരമാതി പോലും നമുക്ക് നെയ്യാവും. ഓൻ നയിക്കറ പാതിരമാതി പോലും നെയ്യാവും. ഓൻ 1000 രൂപ നയിക്കറ, പക്ഷെ കൊണ്ട് 2000 രൂപ ఖర్చుണ്ട്. അതിൽ മറന്നു കൊണ്ടും കറണ്ട് ബില്ലുണ്ടും പിന്നെ വാടികയുണ്ടും മക്കളുടെ ഉഷാറില്ലാത്ത ഇരിക്കുന്ന എല്ലാവരും ചില ഒരേപോലെ. അപ്പോൾ ഓൺ 1000 നയിക്കറ, ഓനക്ക് 2000 രൂപ ఖర్చుണ്ട്, ഓൺ ഫക്കീറായിരിക്കും. ഇനി മിസ്കിൻ ചൊല്ലുന്നത് മിസ്കിൻ ചൊല്ലെങ്കിൽ നയിക്കറ സ്വത്തോ സമ്പത്തോ പക്ഷെ അത് നെയ്യാവും, അഡ്ജസ്റ്റ്മെന്റ് ആവില്ല, ഭർത്തിയാവും. ഓ മിസ്കിൻ ഓനക്ക് 500 രൂപ ಖರ್ಚು വേണം. ഒരു 400-450 നയിക്കറ അല്ല 600 രൂപ ಖರ್ಚು വേണം, ഒരു 500 രൂപ നയിക്കറ തെല്ല് അഡ്ജസ്റ്റ്മെന്റിലേ ഓൻ്റെ ജീവനം വേണം. ഓ മിസ്കിൻ ഇത് നല്ലതായ ഇഷ്ടം പോലെ.
ഫക്കീറൊക്കെയാണ് മിസ്കിന്മാരായിട്ട്. അതായത് നോക്കില്ല എന്തെങ്കിലും ഓനക്ക് അവഗതിയുണ്ടോ, കാറുണ്ടോ, ലാരുണ്ടോ, അതൊന്നും നോക്കില്ല. അവനക്ക് കിട്ടുക ആ പൈസത്തിൽ നിന്ന് അവനക്ക് മെയ്യാവോ ഇല്ല. മെയ്യാവില്ല കണ്ടെങ്കിൽ വളരെ കഷ്ടത്തിൽ അവൻ ജീവനെ കൊണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ അവനക്ക് എത്ര നല്ല വാച്ച് വേണമെങ്കിൽ കത്ത്, എത്ര നല്ല അവ വേണമെങ്കിൽ അവർക്കെന്തെങ്കിലും അവൻ്റെ മട്ടിലനുസരിച്ചിട്ട് ഈ ತೊಂದರೆಯಿಲ್ಲ. അപ്പോൾ സ്ലാബ് ആവുന്നതോ അല്ലെ അവനക്ക് ഫോണുകൾ കാറുണ്ടോ എന്നത് കൊണ്ടാണ് ഫക്കീറോ മിസ്കിനോ ആവാണ്ടിക്കില്ല. ഇപ്പൊ എന്തില്ലാത്തവരോ വലിയൊരു കാർ എടുത്തിട്ട് ഓടവട്ടം കൊടുത്തത് അത് ശരിയല്ല. അങ്ങനെ അവർക്ക് ആ കാർ വിട്ടിട്ട് ഓണക്ക് എന്തെങ്കിലും ജീവനത്തെ ചെറുമൊക്കെയല്ല. അത്യാവശ്യത്തുകളില്ല, ഒരു ലിമിറ്റിൽ തക്ക അവൻ്റെ ആ ലെവലിനനുസരിച്ച് ടിക്കറ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. അപ്പൊ ഫക്കീർ മിസ്കിൻ ഇത് യാതൊരായതുകൊണ്ട് പിന്നെ കടക്കാറുണ്ട്. കട അവന്റെ ഹലാലായ ആവശ്യത്തിന് വേനായിട്ട് കട എടുത്തിട്ട് കട വീടുകൾ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള അവന് കൊടുക്കാം. കടത്തിൽ നീ കട വീട് കഷ്ടിച്ച് ഈ ചെറിയ കട എല്ലാവരും വീട്ടുണ്ട്. കട വീടുകൾ വേനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടുള്ള വ്യക്തി ഊണ് കൊടുക്കാം. ഹലാലായ ആവശ്യത്തിൽ കട എടുക്കണം എന്നാ കൊടുക്കാം. പിന്നെ അത് പുതിയ മുസ്ലിം ഒന്ന് ദീന് വന്നാൽ ഓൻ്റെ ഈമാനത്തരം കെട്ടിയായിരിക്കില്ല. ഓൺ കഴിച്ചിട്ട് പുതിയ മുസ്ലിം ചെയ്യും. പുതിയ മുസ്ലിം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എല്ലാവർക്കും പുതിയ മുസ്ലിം അങ്ങനല്ല. ഓന് ദീനക്ക് ಬಂದ್ರ ഓൻ്റെ ഈമാനത്തരം ഗട്ടിയായിട്ടില്ല. എന്നാൽ ഓൻ അങ്ങനെ അവനെ മുട്ടാക്കുകയായി അവൻ്റെ അവനക്ക് സക്കാത്ത് കൊടുക്കാം. ഏനാ അതല്ല ഓൻ ദീനക്ക് ಬಂದ್ರ ഞങ്ങളെക്കാൾ നിസ്കാരത്തിലും വിവാദത്തിലെല്ലാം ഒന്നുമുള്ള ഓനക്ക് നയിപ്പും ഉണ്ട്, സ്വത്തും ഉണ്ട് എന്നാൽ കൊടുക്കൊണ്ടിട്ടില്ല. പുതിയ മുസ്ലിം എന്ന നിലക്ക് ഓതി കൊടുക്കണമെങ്കിൽ ഓന് ഈമാൻ ഗട്ടിയായിട്ട് കൊടുക്കാൻ. അതല്ല ഓനക്ക് പിന്നെ ഓനക്ക് കൊടുത്തെങ്കിൽ വേറെ ആൾമാർ ഇസ്ലാം മതത്തിൽ പറവും സാധ്യതയുണ്ട്. അങ്ങനത്തെ സന്ദർഭത്തിനും കൊടുക്കാം. അല്ലാണ്ട് പിന്നെ പുതിയ മുസ്ലിം കൊടുക്കുകയില്ല. പുതിയ മുസ്ലിം ഞങ്ങളെ പ്രായത്തിലെ ഭാഷയിൽ പുതിയ മുസ്ലിം ചൊല്ലാറുണ്ട്. അവൻ വന്നിട്ട് 100 പേർ അവൻ വന്നിട്ട് അവൻ മരിച്ചിട്ട് തന്നെ പുതിയ മുസ്ലിമിയുടെ കബറും ചെയ്തത്. അവൻ്റെ ഈമാൻ ഗട്ടിയായിട്ടില്ല, അവനായിട്ട് പുതിയ മുസ്ലിം ചൊല്ലും. പിന്നെ ആറ് 4 വിഭാഗം. പിന്നെ ഉള്ളത് യാത്രക്കാരൻ ചൊല്ലും. അതായത് വേറെ റായത്താവും ഈ റായത്തിൽ എത്തിപ്പെട്ട അവന് മുന്നോട്ട് ബസ് കാത്തില്ല, അല്ലെ കറക്റ്റ് ചെയ്തില്ല, അവൻ ആവശ്യത്തിന് കൊണ്ട് കൊടുക്കാം. അല്ലെ ഞങ്ങളുടെ റായത്തിൽ ഒരു ആവശ്യത്തിന് ഒരു ഹജ്ജിന് പുറത്തായില്ല. അതിപ്പോൾ പിതൃ സക്കാത്തിലൂടെ ആകുമ്പോൾ ഇത് സക്കാത്ത് വേറെ സക്കാത്ത് ഇത് ഒരേപോലെ കൊടുക്കേണ്ടതുള്ള ആ സക്കാത്ത് ഈ സക്കാത്തില്ല. അവന് ഹജ്ജിന് പുറത്തായില്ല, അവൻ്റെ പിന്നെ എത്ര കാത്തില്ല സക്കാത്തിൻ്റെ പൈസ കൊടുക്കൊണ്ട് സഹായിക്കാം. അതല്ലെങ്കിൽ ഓണർ കുടുംബത്തെ നോക്കുവാനായിട്ട് അവരുടെ കുടുംബം വേറെ ദൂരത്ത് അവിടെ ഓണർ പുറത്തായില്ല, കാത്തില്ല, പിതൃ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുവാൻ സഹായിക്കാം. അപ്പൊ ഈ 5 വിഭാഗം നമ്മുടെ റായത്തിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഫക്കീർ, മിസ്കീൻ, കടക്കാർ, യാത്രക്കാർ, പുതിയ മുസ്ലിം ഈ 5 വിഭാഗം കിട്ടും. 3 വിഭാഗം പിന്നെ അത് ഞങ്ങളുടെ റായത്തിലില്ല. ഇത് എവിടെ അത് കിട്ടുക കുറഞ്ഞു. അപ്പൊ ഈ പിന്നെ ഇങ്ങനെ കഴിച്ചിട്ട് സക്കാത്ത് തോന്നേണ്ടത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒന്നും കൊടുത്തില്ല, ഈ വർഷം ഒന്നും കൊടുത്തില്ലെങ്കിൽ ബേജാറാവുകൊണ്ട് നോക്കതല്ല. അവൻ ഇതിൽ പൊട്ടവണോ കൊടുക്കാം, പെട്ടില്ലെങ്കിലും കൊടുക്കാതെ. അപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ വർഷവും ഫക്കീറായിട്ട് ഈ വർഷം അവനുകളുടെ മക്കളായിട്ട് വലിയ സ്വത്തും സമ്പത്തായിട്ട് എന്നാ കൊടുക്കണമെന്നില്ല. കഴിഞ്ഞ വർഷം നല്ല ഇതിലല്ല, പക്ഷെ ഈ വർഷം കഷ്ടത്തിലായി എന്നാ കൊടുക്കണം. അപ്പൊ ഇത് ഞങ്ങൾ സാധാരണ എപ്പോഴും ഒന്ന് കൊടുക്കുക, ഈ വർഷം കൊടുത്തില്ലെങ്കിൽ ബേജാറാവണ്ട. അങ്ങനെ ബേജാറാക്ക പോണ്ട. പിന്നെ അങ്ങനെ ഇൻസ്റ്റന്റ് കണ്ടെങ്കിൽ ഞാൻ എന്താക്കാണ് ഇതൊക്കെ അല്ലാണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള അങ്ങനെയുള്ള വിഷമോട് ബേജാറാവണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് സക്കാത്തല്ല വേറെ ഇങ്ങനെ സ്ഥലത്തെ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ ഈ സക്കാത്ത് കൊടുക്കേണ്ടത് ഈ ആളുകൾക്കൊന്ന് ഈ ആളുമാരെ കഴിച്ചിട്ട് ഞങ്ങൾ പോകേണ്ടത്. അതുകൊണ്ടിട്ട് സക്കാത്ത് ഞങ്ങൾ സംഘടന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒന്ന് സക്കാത്ത് ഇവിടെ കൊടുക്കണം. കൊടുക്കണേ ഉടനെ അങ്ങനെ തടിയോടുണ്ട് അവിടെ സക്കാത്ത് കൊടുക്കും. തടിയോടില്ലേ അങ്ങനെ ശരീരം എവിടെക്കണം. പെരുന്നാളിലുണ്ട്, 4 പെരുന്നാളിൻ്റെ 3 ദിനം മാതിരില്ല ഇത്ര സക്കാത്ത് രൂപയോടെ ആ സമയത്താണ് എവിടെയുള്ള അവിടെ അങ്ങനെ സക്കാത്ത് കൊടുക്കണം. ഇപ്പോഴത്തെ സൗദിയിലുള്ള അവിടെ സക്കാത്ത് കൊടുക്കണം. അവിടെ പിന്നെ കറായത്തിലുള്ള ഏൽപ്പിക്കുകയും ചെയ്യണം. ഇത്ര സക്കാത്ത് അങ്ങനെ സക്കാത്ത് അങ്ങനെ അവിടെ കൊടുക്കണം. ആ പെരുന്നാളിൻ്റെ മാതക്കാണ്ടല്ല അണ്ടി എവിടെയുള്ള അവിടെ സക്കാത്ത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ മുന്നല്ലേ റെഡിയാവണം. ഇപ്പോൾ എല്ലാ ഇത്ര വർഷത്തിലും പിന്നെ പിതൃ സക്കാത്ത് കൊടുക്കുന്നില്ലേ. അപ്പൊ സക്കാത്ത് അത് അപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും പിതൃ സക്കാത്ത് ഇത്ര വർഷമൊക്കെ കൊടുത്തു തന്നിട്ടുള്ളതല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി സമയത്ത് റെഡിയാവണം.
ഫിത്ർ സക്കാത്ത് അതത് റായത്തിൽ വെച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ സംഘടന കൊടുത്ത് ഞാൻ എവിടെ കൊണ്ടേ കൊടുക്കുക, എവിടെ കൊണ്ടേ കൊടുക്കുന്നത് ആർക്ക് അവകാശം കിട്ടുന്ന അല്ല. അതുപോലെ നിങ്ങളെ സക്കാത്ത് വീടില്ല, നിങ്ങളെ സക്കാത്ത് ബാക്കിയാവും. അതുകൊണ്ടിട്ട് സക്കാത്ത് അവകാശികൾക്ക് എത്തണം. പുസ്തകമേന അത് ആ റായത്തിലേക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മളെ ഒരവസരത്തിന് ആ അവസരം നിരക്കാറുള്ള പ്രത്യേക മിസ്കിന്മാർക്ക് കടക്കാറുള്ളത് അവകാശപ്പെട്ടത്. അതുകൊണ്ട് പിന്നർഭാഗത്ത് കൊടുക്കലല്ല. ഇവിടെ ആരും ഇല്ലാത്തന്നെങ്കിൽ പിന്നെ കൊടുത്താൽ മതി. എന്നല്ലാണ്ട് പ്രായത്തിൽ അതിൽ അവകാശപ്പെട്ട ആൾമാരിക്കുമ്പോൾ അങ്ങനെ കൈക്ക് തന്നേറ്റിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ സൗദിയിലുള്ളവർക്ക് അവിടെ കൊടുക്കുകയാവില്ലെങ്കിലോ അവൻ ഏൽപ്പിക്കാം. അതിപ്പോ അവിടെ മുട്ടത്തിൽ അവിടെ കൊടുക്കുക ആവില്ലെന്നുള്ള ബന്ധമില്ല. എന്നാൽ ചില ആൾമാരുടെ ഈ ആറുമില്ലാത്ത പ്രായത്തിലുള്ള അവിടെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ തന്നെ ആറുമില്ല, കൊടുക്കുകയാവില്ല, അല്ലെ മുട്ടത്തിലാവുന്നില്ല. അപ്പൊ അന്യ മുത്തത്തിലാരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ മുത്തത്തിലാരും കിട്ടില്ല തന്നെ റായത്ത് കൊടുക്കുകയായി ഏൽപ്പിക്കാം. അപ്പൊ അവിടെ തന്നെ ആൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. എന്നെങ്കിൽ സക്കാത്ത് ചൊല്ലുന്നത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണേ, പാവത്തങ്ങൾ കൊടുക്കണേന്നല്ല, അള്ള കൽപ്പിച്ചത് ആ കൽപ്പിച്ച നിയമപ്രകാരം കൊടുക്കുക എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടിട്ട് അതിലിടയിൽ ഞങ്ങളെ തീരുമാനം ചൊല്ലത്തില്ല. ഇപ്പൊ നൂറ് നിസ്കരിക്കണേ, എങ്ങനെ നിസ്കരിക്കണേ, അത് അള്ള തീരുമാനം എങ്ങനെ നിസ്കരിക്കണേ. സക്കാത്ത് അതെ അതിനിടയിൽ ഞങ്ങളെ ഇപ്പൊ ബാക്കി സ്വതക്കട വിഷയമല്ലല്ലോ, ബാക്കി സ്വതക്കട വിഷയമല്ല, അതൊക്കെ ഇങ്ങനത്തെ റൂൾസ് ഒന്നുമില്ല. ഇതങ്ങനല്ലല്ലോ, ഇത് സക്കാത്തായിട്ട്. അപ്പൊ അതൊക്കെ അതിൻ്റെതായ നിയമമുണ്ട്. അത് അള്ളാഹു തആല നിർബന്ധമാക്കിയ രീതിയിൽ. അപ്പൊ അതേ രീതിയിലാവും. അപ്പോ പൈസ കൊടുക്കില്ല, പൈസ അല്ല, അതത് ആയിട്ട് എന്തൊരു ആഹാരമുള്ളോ അതായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആളുകൾ പിന്നെ സൗദിയിലുള്ള ഇപ്പൊ കൊടുക്കുക, അല്ലെങ്കിൽ ദുബൈയിലോ വേറെ രാജ്യത്തിലോ ഇന്നങ്ങളിൽ അവിടെ ചിലപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം അല്ലാത്തവർക്ക് പോകും. അപ്പൊ അങ്ങനെ അവിടെ കൊടുക്കുക സൗകര്യമായില്ലെങ്കിൽ അവിടെ മുട്ടത്തിലും സൗകര്യം ആവില്ല എങ്കിൽ അങ്ങനെ റായത്ത് കൊടുക്കുകയാണ്. ഏൽപ്പിക്കുമ്പോൾ നല്ല സക്കാത്ത് നീನು ಕೊಡು, നിയത്തും നീനെ വെക്കുക. ഏൽപ്പിക്കുമ്പോൾ രണ്ടും ഏൽപ്പിക്കുക, കൊടുക്കുക ഏൽപ്പിക്കുക, നിയത്ത് വെച്ചുകൊണ്ട് ഏൽപ്പിക്കുക. നിയത്തും കൂടി വെക്കുകനെ കൊണ്ടിട്ട് ഏൽപ്പിക്കുക. നല്ല ഫിത്ർ സക്കാത്ത് നീനെ നിയത്താക്കിയിട്ട് നീ കൊടുക്കും. അപ്പോൾ ഓൺ കൊടുക്കണ വക്കാലത്താക്കണവും ഈ വക്കാലത്ത് എടുത്തോണ്ടാവും. ചിലപ്പോൾ ബാപ്പടെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇലവണ്ട് ഏൽപ്പിക്കുക, മൂക്കൊണ്ട് ഏൽപ്പിക്കുക. ഏനെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവകാശികൾക്ക്. അവകാശികളുണ്ടാവും, ഇലം മുട്ട കൊടുക്കാം. ഇപ്പൊ അവിടുത്തെ ഇലവനാട് അവൻ കെട്ടിട്ട് കഷ്ടത്തുള്ള അവർക്ക് കടലിലായിരുന്നു, അവന് ഭാരി കഷ്ടമുണ്ട്, കൊടുക്കാം ഫിത്ർ സക്കാത്ത്. അല്ലെ മൂത്തവനുള്ള കൊടുക്കാം. എന്നെങ്കിൽ അങ്ങനല്ല വേറെ ഏൽപ്പിക്കുക. അവൻ ഇലവന്റെ സക്കാത്ത് മൂത്തോന്ന് കൊടുക്കാം, മൂത്തോന്റെ സക്കാത്ത് ഇലവന് കൊടുക്കാം. പക്ഷെ അങ്ങ് കറച്ച് കൊടുക്കുക നിർബന്ധമായ കൊടുത്തതാവും. കറച്ച് കൊടുക്കുക നിർബന്ധമായ ഇപ്പൊ പെഞ്ഞായിക്കൊണ്ട് സക്കാത്ത് കൊടുക്കുക, അല്ലെ അവന്റെ മക്കൾക്ക് ആ ചെറിയ മക്കളുണ്ടാവില്ല, വലിയ മക്കളല്ല, നൈക്കിലെ മക്കളല്ല, ചെറിയ മക്കൾ. അപ്പൊ ഫിത്ർ സക്കാത്ത് ഇപ്പൊ നൈക്കിലെ തൊറാക്കിലെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ സക്കാത്ത് അങ്ങനെ കൊടുക്കണം. അത് അങ്ങനോ ഞങ്ങൾ നിസ്കരിക്കില്ലേ, നോമ്പിടിക്കില്ലേ, ഞങ്ങൾ നിസ്കാരം ഞങ്ങൾ മേലെ നിസ്കരിക്കില്ലേ. അപ്പൊ അത് വസ്തുത പാകത്തില്ല. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യണം, ഞങ്ങളെ ഫിത്ർ സക്കാത്ത് ഞങ്ങൾ കൊടുക്കണം. നൈക്കിലെ തൊറാക്കിലെ മക്കളില്ലേ, അങ്ങനല്ല അങ്ങനെ ഫിത്ർ സക്കാത്ത് അങ്ങനെ കൊടുക്കണം. അത് ഇത് വേറെ അവർക്ക് എത്ര കൊടുത്തോളൂ. സക്കാത്ത് എപ്പോഴും ബാബുവിനെ കൊടുത്തോണ്ടിരിക്കില്ല. അല്ല ബാപ്പട്ട് ഏൽപ്പിച്ച് ബാപ്പ കൊടുക്കാം. അപ്പൊ രണ്ട് സക്കാത്ത് പിന്നറാൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏൽപ്പിക്കാം. ഇപ്പൊ ചെറിയ മക്കളുടെ അപ്പ കൊടുക്കും, ബാപ്പ കൊടുക്കും. വലിയ നയിക്കുന്ന മക്കളുണ്ടെങ്കിൽ അങ്ങനെ സക്കാത്ത് അങ്ങനെ കൊടുക്കണം. ഇതിനെ ബാപ്പട്ട് ഏൽപ്പിച്ചെങ്കിൽ ആവില്ല എന്നുണ്ടല്ല, ആവുള്ളൂ. അതിനുള്ള നിങ്ങളെ പഠിക്കണ്ടേ, നീ അതിലെ രീതി കൊടുത്താവണ്ടേ, നിങ്ങളുടെ വിവാദത്ത് നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ തന്നെ. അപ്പൊ ഏൽപ്പിക്കാം, ഏൽപ്പിച്ച ബാപ്പട്ട് ഏൽപ്പിച്ചെങ്കിൽ ആവില്ല എന്നുണ്ടല്ല, ആവുള്ളൂ. എന്നാലും നല്ലത് നിങ്ങൾ കൊടുത്തോ. അപ്പൊ കൊടുക്കുന്ന സൗകര്യം ആവാത്തവിടങ്ങളില്ലേ നമുക്ക് ആവില്ല എങ്കിൽ അപ്പൊ അതത് റായത്തിൽ വെച്ച് കൊടുക്കുക. ഇതായിട്ട് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അത് തന്നെ നമ്മൾ ചെയ്യുമ്പോഴായിട്ട് നോക്കണം. ഇനി ഇത് സൗകര്യം ആവില്ല കണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താക്കാം, അതൊക്കെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അത് നോക്കിയിട്ട് നമുക്കത് സ്വീകരിച്ചുള്ളതാവും. അതാണ് നമുക്ക് പഠിക്കുന്നത്. നമ്മൾ വേറെ റായത്തിൽ കൊടുക്കുക, അവിടെ ഓപ്ഷൻ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ അവിടെ നിവൃത്തി ഇല്ലെങ്കിൽ ആയില്ല. അപ്പൊ ഫക്കീർ മിസ്കീൻ ഇങ്ങനെ. അപ്പൊ ഫിത്ർ സക്കാത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളത്, എത്ര കൊടുക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ആവുന്നുണ്ട്. അങ്ങനെ ചെയ്യില്ല. അതിലെ സക്കാത്തിലെ ശരിയായ രീതി
വിഹിതിക്കുന്നത് സക്കാത്ത് അങ്ങനെ വിഹിതിക്കണം കേട്ടെങ്കിൽ പിതൃ സക്കാത്തും നമ്മൾ പുത്ര സക്കാത്തും ബോധിയാക്കേണ്ട രീതിക്കെല്ലാം ഒരേപോലെ അതിൽ അവകാശങ്ങളും ഒരേപോലെ അല്ല അതിൽ വ്യത്യാസമില്ല. ഇൻഷാള്ള സക്കാത്തിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിൽ പിതൃ സക്കാത്ത് നാം കൊടുക്കേണ്ടത് ഇപ്പം ഞങ്ങളുടെ ആയത് ഇന്ന് എല്ലാവർക്കും കൊടുക്കത്തത്ര സക്കാത്ത് എങ്ങനെ എല്ലാവർക്കും കൊടുക്കണം. പിതൃ സക്കാത്ത് അത്ര ലഭിക്കില്ല. അപ്പൊ അത്ര ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ഞങ്ങളുടെ രാജ്യത്തിൽ ഫക്കീർമാറുള്ളത് മിസ്കിന്മാറുള്ളത് മിസ്കിന്മാറുള്ളത്. അപ്പൊ ഞങ്ങളെ ഉത്തരങ്ങളെ എല്ലാവരും കൂടിയിട്ട് നോക്കുമ്പോഴത്തും അതായത് എൻ്റെ ഫാമിലി എൻ്റെ പിന്നെ മക്കൾക്ക് നീ അതെല്ലാം കൂട്ടി നോക്കുമ്പോഴത്തും ഇಲ್ಲಿಗೆ എത്താറില്ല 30 കിലാരി എടുത്തിട്ട് ഞാൻ 30 കിലാരിയിലെ ഞങ്ങളുടെ രാജ്യത്തിൽ എത്ര വിഭാഗമുണ്ട് ഫക്കീറുണ്ട് മിസ്കീനുണ്ട് കടക്കാറുണ്ട് 3 ഓതിയാക്കണം 3 ഓതിയാക്കണം 3 അല്ല 10 കിലോ ഫക്കീർ ചൊല്ലി സെക്ഷനിൽ 10 കിലോ മിസ്കിൻ ചൊല്ലരുത് 10 കിലോ കടക്കാറ് ചൊല്ലി 3 വിഭാഗത്തിൽ. അപ്പൊ ആ 10 കിലത്തെ 3 ഫക്കീർമാർ കൊടുക്കുക, ഈ 10 കിലത്തെ 3 മിസ്കിന്മാർ കൊടുക്കുക, ഈ 10 കിലത്തെ 3 കടക്കാർക്ക് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും അതിന്റെ ശരിയായ രീതി. അതിന്റെ ശരിയായ രീതിയാണ്. ചിലപ്പോൾ ചെറിയ ഫാമിലികളാകുമ്പോൾ ഇങ്ങനെ 3 ഓതിയാക്കിയിട്ട് ഓരോ ഓതിയിലും 3 ഓതിയാക്കുകയല്ല ഇതെല്ലാം കിട്ടാൻ അങ്ങനെയല്ല ആകുമ്പോൾ ഒരു ഫക്കീർ ഒരു മിസ്കിൻ ഒരു കടക്കാർ ഇങ്ങനെ 3 ആക്കിയിട്ടും കൊടുക്കാം. എന്നാൽ അതല്ല ചിലപ്പോൾ ഒരാളുകൾ വെച്ചിട്ട് എന്നാൽ ഒരാൾക്ക് കൊടുത്തെങ്കിലും മെയ്യാവും. ഒരാളിനെ കൊടുക്കാനാണെങ്കിലും ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇളം ഭയങ്കര കഷ്ടപ്പെടുന്നത് ഒരു നിവൃത്തിയില്ല ഓനാണെങ്കിലും കേൾക്കുകയില്ല ഓണറവപ്പെട്ട് കൊണ്ട് പിന്നെ മക്കളെ കഷ്ടപ്പെടുക ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മോനെ ചിത്ರದ കാലത്ത് എല്ലാം കൂടിയിട്ട് ഒരു 30 കിലാരി അവൻ കൊടുത്തെങ്കിൽ ഒരു 2 തിങ്ങൾക്ക് അവൻ കൊടുക്കും. അരിക്കൊന്നും തൊന്തരയില്ല, അവർ ആശ്വാസം പറഞ്ഞു അവൻ കൊടുക്കുക. ഒരാളിಗೆ കൊടുത്താൽ മെയ്യാവും എന്ന അഭിപ്രായവും അത് അങ്ങനത്തെ സന്ദർഭത്തിൽ പിടിച്ചിട്ട് ചെയ്യാം. അല്ലാത്തവരെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 3 വിഭാഗത്തെല്ലാം കൊടുക്കുക അവിടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇന്ന് ചുമ ആരെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാടിച്ചെന്ന പല ആൾക്കാണെങ്കിൽ അങ്ങനെയാക്കാം. അപ്പൊ പിതൃസക്കാർ നമുക്ക് കൊടുക്കേണ്ടത് അതത് റായത്തിൽ വെച്ചാണ്. ഇത് എപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമാവിടെ മകരികളല്ലേ നിസ്കാരത്തിൽ 300 കൊടുക്കണം. പിറന്നാൾ നിസ്കാരം അതൊക്കെ തന്നിട്ട് വെന്നീർ നിസ്കാരം വരെ ലേറ്റാക്കി നിസ്കരിക്കുന്നുണ്ട്. ലേറ്റ് വന്നെങ്കിൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നോക്കുമ്പോൾ ചെറിയ പെരുന്നാളെല്ലാം ലേറ്റാക്കണം. വലിയ പെരുന്നാളിനകത്ത് എന്തായിട്ടെങ്കിൽ ചെറിയ പെരുന്നാളിൽ നിസ്കരിക്കപ്പെട്ടിരിക്കുന്നവർ പിതൃ സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് ഈ നിസ്കാരത്തിൽ 300 ഞങ്ങളുടെ സക്കാത്തിനാണ് മുഖ്യം അവകാശപ്പെടുത്തണം. കൊടുക്കുന്നത് ഞങ്ങളുടെ റായത്തിൽ വെച്ചിട്ടാവും. എടുത്തല്ലവണോ റായത്തവനായെങ്കിലല്ലേ ഇങ്ങനെ റായത്തവൻ അല്ലാൻ കണ്ടെങ്കിലും തൊന്തരയില്ല. ഇപ്പോ ഓൻ്റെ ഇലവണോ അപ്പുറത്തെ ഏരിയത്തിൽ അവൻ പെരുന്നാളാണ്ട് ജാവ് തൂക്കുന്നു. അപ്പൊ ഞങ്ങളെ പിതൃകാര്യം കൊടുക്കാൻ തൊന്തരയില്ല. കൊടുത്തു ഞങ്ങളെ ഏരിയത്തിൽ വെച്ചോ. എടുത്തല്ലവണോ അവകാശിയാവണം. പക്ഷെ അവന് റായത്തവണേ ആവണമെന്നില്ല. റായത്തവനായെങ്കിൽ നല്ല അപ്പോൾ ഫാമിലി ചില കഷ്ടത്തങ്ങളിലേക്ക് അങ്ങനെ വറവ് തിന്നിട്ടോ അങ്ങനെ വിൽപ്പാടിട്ടോ ഈ നിസ്കാരത്തിന് മുന്നോ തന്നെ കൊടുക്കുക. ഇത് ചെറിയൊരു സക്കാത്തല്ല. ഇതിനെ ഞങ്ങൾ കെട്ടി അപ്പുറത്തവസ്ഥങ്ങൾ സിറ്റൗട്ടിൽ കൊണ്ടേ വെച്ചിട്ട് അങ്ങനെ അവന് പറയുന്നു ഓൺ പറയുന്നുണ്ടല്ല ഈ കാറ്റിലേക്ക് ഞങ്ങൾ ഏതായാലും സക്കാത്ത് ചെറിയ പിതൃ സക്കാത്ത് ഒരു 3 കിലാരി അല്ലേ വാലിപ്പണ്ടേ. അപ്പൊ ഇത് ഏരി പറഞ്ഞെങ്കിൽ ഒരു 5 കണ്ടെങ്കിൽ എത്ര പണ്ട് ഒരു പോണെങ്കിൽ എത്ര പണ്ട് ഇതിനെ ഞങ്ങൾ ഈ കൊടുക്കുമ്പോൾ 6 വർഷം പറയുന്നുണ്ട് 2 നാളോ 3 നാളുള്ള കാക്കത്തില്ല. അത് ആ പിതൃസക്കാത്ത് നിസ്കാരത്തിന് മുന്നിലും കൊടുക്കണം. എന്ന് കൊടുത്തില്ല കണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് വന്നിട്ടെങ്കിലും കൊടുക്കണം. പെരുന്നാളിന്റെ 4 കറവായി പോകും. അത് ആ ടൈമിൽ നിർബന്ധിച്ചിട്ടില്ല. അതിപ്പോൾ ഞങ്ങൾ നിസ്കാരം നോമ്പല്ലെങ്കിൽ ഇതുപോലെ അതത് ടൈം ഇപ്പൊ റമദാന്റെ നോമ്പ് ഞങ്ങൾ റമദാനിലെ കഴിക്കില്ലേ എന്നതുപോലെ സക്കാത്ത് നിർബന്ധമായപ്പോൾ അതിൽ കൊടുക്കണം. ഇനി വേണമെങ്കിൽ സക്കാത്ത് എന്താക്കാം ഈ പിതൃ സക്കാത്ത് നോമ്പ് ഒന്നിൽ പിന്നെ വേണം കൊടുക്കുകയോ ഒന്നിൽ പിന്നെ വേണം കൊടുക്കാം. നാം മുന്നലാക്കിയിട്ട് കൊടുക്കുക നീയത്താക്കിയിട്ട് കൊടുക്കാം. പക്ഷേ അത് എടുക്കൊണ്ടവണം ഈ സക്കാത്തിന് അവകാശമായിട്ട് പെരുന്നാളിലാണ്ട് വേണം എന്നും വീട്ടിൽ. ഇപ്പൊ ഞാൻ ഫോണിഞ്ചാകുമ്പോൾ നോമ്പ് ഫോണിലാണ് എൻ്റെ പിതൃകാരി ഒരു 10 ഇരുപതിനാണ് കൊടുത്തത്. പക്ഷെ നോമ്പ് 25ആകുമ്പോഴത്തേക്കും ഓണുക നല്ല സ്വത്ത് സമ്പത്തല്ല വലിയ ഉഷാറായി ഓനിപ്പോൾ 10 കൊല്ലം മിസ്കിൻ കൊല്ലം. അപ്പോൾ അതിൻ്റെ സക്കാത്ത് കൂടിയില്ല നല്ലവരെ കൊടുക്കണം. അപ്പം നമുക്ക് അവൻ്റെ ഒരു കര കൊടുക്കാനാണ് വേറെന്ത് കേട്ടത് കേട്ടെ. ഞാൻ ഇത് സക്കാത്തിനേക്ക് മുന്നറാക്കി തന്നെ
ചൊന്നിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ചൊന്നിട്ട് അവർ കൊടുത്തേ കേട്ടോളാം. പക്ഷെ അവിടെ സക്കാത്ത് ഉണ്ടാവില്ല, നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ അവകാശി അങ്ങനെയായിട്ട് ഫക്കീറും മിസ്കിൻ അതേ അന്തത്തിൽ ഉള്ളാക്കുണ്ടെങ്കിൽ ആ സക്കാത്ത് അവിടെ വിട്ടു എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കാം, മുന്നലാക്കിയിട്ടല്ല, ചിലപ്പോൾ കൊടുക്കാം. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് ബിസിനസ്സിൽ സക്കാത്തുമായിട്ട് ഈ സക്കാത്ത് ഞങ്ങൾ ആ സക്കാത്തും ഈ സക്കാത്തും എല്ലാം രീതിയിൽ ഒരുപോലെ, കൊടുക്കുന്ന രീതിയിൽ ഒരുപോലെ. ഇൻഷാ അല്ലാഹ് അതും അതിലെ ക്ലാസ്സും പണ്ട്. അപ്പോൾ അതിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിൽ കൂടുതലായി ഇൻഷാ അല്ലാഹ് കൊടുക്കേണ്ട രീതി വിവരിക്കാം. അപ്പോൾ എന്താക്കുന്നില്ല, ഈ സക്കാത്ത് ഞങ്ങൾ പിന്തിച്ചിട്ട് ലേറ്റാക്കിയിട്ട് ഒരു വാർത്തലവിടേക്ക് അമൃതത്തുകളെ എത്തുപാട്ട് കൊടുക്കുക. അതൊരു ദോഷക്കാരവിടേക്ക് രീതിയിലുള്ള എത്തുപാട്ട് കൊടുക്കുക. അത്ര വേഗത ഉണ്ടാക്കണം, ആ നിർബന്ധമായ സമയത്ത് തന്നെ കൊടുക്കണം. പിന്നെ ഇതൊരു കഷ്ടമായിട്ട് കാണുന്നില്ല, അങ്ങനെ ഇതൊരു വലിയൊരു ജിന്നായിട്ട് കാണുക. 3 लाख 4 लाख ഹജ്ജിന് പോകുന്നില്ല. അപ്പോൾ ആ പൈസ വേസ്റ്റ് ഇല്ല, ആ പൈസക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം. എന്നതുപോലെ തന്നെ പദപ്രകാരം വലിയ പ്രതിഫലമുള്ള കാര്യത്തിൽ സക്കാത്ത് എന്നുള്ളത്. അപ്പോൾ ആ സക്കാത്ത് എന്താക്കണം, കൊടുക്കണം. കൊടുക്കുമ്പോഴത്തേക്കും അതൊരു ഇബാദത്ത് ഞങ്ങൾ കരുതണം. ഇബാദത്ത് അത് വെറുതെ ഇങ്ങനെ കൊടുക്കുന്നതല്ല. ഞങ്ങൾ നിസ്കരിച്ചതുപോലെ, ഞങ്ങൾ നോമ്പ് വിളിക്കുന്നതുപോലെ, ഹജ്ജ് ആക്കുന്നതുപോലെ. ഇപ്പോൾ നോമ്പിനായിട്ട് മുന്നല്ലേ സക്കാത്തിനെ സംബന്ധിച്ച് ചുമത്തില്ല ഇസ്ലാം കാര്യങ്ങൾക്ക്. അപ്പം അതുകൊണ്ടിട്ട് അത് വിവാദത്തിന് മനസ്സിലാക്കി അത് കൃത്യനിലയിൽ വീട്ടുകയായിട്ട് നമ്മൾ നോക്കണം. പിന്നെ അതിൽ എന്താ പറയുക, കുറേ ആൾമാരെ കാണുന്നതെങ്കിൽ ജക്കാത്ത് കൊടുക്കും, ആയപ്പോൾ അതിൽ കൊടുക്കുന്നതിൽ കെട്ടിവെച്ചിട്ട് ആറോടത്തെ പറഞ്ഞു എത്ര നാൾക്കാക്കല്. ഇങ്ങനെ അങ്ങനെയല്ല, ചില ആൾമാരെ ഇങ്ങനെ കണ്ട് എന്തിൽ നമുക്ക് എല്ലാവരും സാമൂഹ്യ കൊടുത്തേ ജീവിതത്തോളം കൊടുത്തില്ലെങ്കിൽ ബേജാറാവും. ഇങ്ങനത്തെ എല്ലാം അങ്ങനെയല്ല. അത് അയക്കണാക്കുന്നത് ക്ലാസ്സിൽ സക്കാത്തിനെ സംബന്ധിച്ച് സക്കാത്ത് എടുത്തുള്ളവർക്കും അറിവ് വേണം, കൊടുക്കുന്നവർക്കും അറിവ് വേണം. അപ്പോൾ ഒരാൾ സക്കാത്തിന് അവകാശം അല്ലെങ്കിൽ ഓൺ ഫക്കീറുമല്ല, മുസ്ലിമുമല്ല, കടക്കാരനുമല്ല, ഒരു യാത്രക്കാരനുമല്ല, പുതിയ മുസ്ലിമുമല്ല. അപ്പോൾ ഒരാൾക്ക് 500 രൂപ നയിക്കണം, ഓന് കറച്ച് 300 രൂപ നെയ്യാവും. നമ്മൾ ഫക്കീറൊന്നും മുസ്ലിമുമല്ല, ഓന് പിന്നെ സക്കാത്ത് എടുത്തുകൊടുക്കില്ല. ഓന് സക്കാത്ത് കൊടുത്തു പോകില്ലേ, ഓൻ ഏതാ വകുപ്പിലെടുത്തോല്ലേ. അപ്പോൾ ചൊല്ലണം, നമുക്ക് വേണ്ട സക്കാവിൻ്റെ സക്കാത്ത്. ഒരാൾക്ക് 1000 രൂപ നയിക്കുക, പക്ഷേ ഓനക്ക് മക്കളെ ചിലവ്, മക്കളെ സ്കൂൾ ഫീസും അതും ഇതും നമുക്ക് 1000 രൂപ നെയ്യാവില്ല. ഓൻ മിസ്കിൻ ഓൻ എടുത്തോളാം. അപ്പം ഇത് നോക്കിയിട്ടായിട്ട് അങ്ങനെ നയിപ്പും അങ്ങനെ അങ്ങനെ നയിച്ചത് അങ്ങനെ നെയ്യാവുകയില്ലേ, ഇത് നോക്കിയിട്ടായിട്ട് ഫക്കീർ മിസ്കിൻ എന്ന് തീരുമാനമാക്കുക. ചിലപ്പോൾ ലോറിയിൽ ആൾ മാറിപ്പോറ്, അല്ലെങ്കിൽ ഗാഡിയിൽ ആൾ മാറിപ്പോറ്. ചിലപ്പോൾ അന്നത്തെ ജീവനം ചിലപ്പോൾ എപ്പോഴും ഒരേപോലെ പോകുന്നുണ്ടില്ല, ചുമ്മാ കഷ്ടത്തിലുള്ള. അപ്പം അങ്ങനെ അവകാശികളായി നമ്മ ഈ അവകാശങ്ങൾ ആരാണ് കൂട്ടില്ല. ചക്ക പറഞ്ഞിട്ട് വന്ന നമുക്ക് വേഗം വന്ന അങ്ങനത്തെ കാലല്ല ഫക്കീർ മിസ്കിൻ നങ്ങಂದು ഉറപ്പിക്കുന്നു ആവുന്നത്. നിങ്ങൾക്ക് ಒಂದುള്ള ആളോ അവനെ സംബന്ധിച്ച് ಒಂದುണ്ട് ಒಂದು ഫക്കീർ ಒಂದು മിസ്കിൻ ഉണ്ടെങ്കിൽ അത്തരം ആളുമാർക്ക് സക്കാത്ത് കൊടുക്കാം. അല്ലാണ്ടെങ്കിൽ പറഞ്ഞെങ്കില ഈ സക്കാത്ത് എന്ന നിലയ്ക്ക് കൊടുക്കുമ്പോൾ അത് ജാഗ്രതാക്കാം. കാരണം ഞങ്ങളുടെ സക്കാത്ത് അത് യഥാർത്ഥ അവകാശങ്ങൾക്ക് കൊടുക്കേണ്ട രീതിയിൽ അത് എത്തണം. അതൊക്കെ വേണമായിട്ട് തിരിച്ചോണ്ടത്. ഇത് ചില ആൾമാർ പൈസ കൊടുത്തേ മെയ്യാവില്ലേ, ഞങ്ങൾ അങ്ങനെ കൊടുത്തേ മെയ്യാവില്ല. ഇതൊക്കെ സുലഭത്തിൽ നോക്കണേ. അപ്പോൾ സക്കാത്തിൻ്റെതായ നിയമം രീതിയിൽ അതനുസരിച്ചിട്ട് അത് കൊടുക്കണം, അത് കിട്ടണം. അതിൽ സുലഭത്തിൽ കണ്ടല്ല, അതിൽ ലാഭം ഉണ്ടല്ല, അതൊരു ഇബാദത്തിന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഖൈറിൻ്റെ ആൾക്കാരിൽ അള്ളാഹു നമ്മളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.